ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഇന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാടമുട്ട റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ റൈസ് ആൻഡ് ഷൈൻ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നാൽ പിന്നെ നമുക്ക് ഒരു വെറൈറ്റി കാടമുട്ട റോസ്റ്റ് തയ്യാറാക്കിയാലോ. റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 പീസ് കാടമുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്ത് അല്പം ഉപ്പ് ചേർത്ത് ഈ കാടമുട്ടയെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാടമുട്ട വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണമെന്നില്ല, തരിയോടുകൂടി ഈ ഒരു രീതിയിൽ നമുക്കിതിനെ അരച്ചെടുക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് കറുവപ്പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മുടെ വലിയ ജീരകമില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അല്ലാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടുവേ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. ആദ്യം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം ആ ഒരു പച്ച മണം മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടേ. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് അളവിൽ തേയില വെള്ളമാണ്. പഞ്ചസാരയൊന്നും ചേർക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ തേയില 1 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതാണ്. തേയിലയുടെ അളവ് ഒരുപാടങ്ങ് കൂടാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രമേ നമ്മളിവിടെ തേയില എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇത്രയൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ മസാല ഈ ഒരു രീതിയിൽ എത്തുമ്പോൾ ഇനി 1 കപ്പ് ചൂടുവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ബൈ ബൈ.